ത്രിയേക ദൈവത്തിന് സ്തുതി. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ്. യേശു കർത്താവിനോടൊപ്പം നടന്ന ഒരു കൂട്ടം സ്ത്രീകളെ അവതരിപ്പിച്ചിരിക്കുന്ന വേദഭാഗമാണ് ഇത്. അവർ ഒപ്പം നടന്നത് ഇനി എന്തെങ്കിലും കൂടുതലായി അവനിൽ നിന്ന് നേടിയെടുക്കുന്നതിന് വേണ്ടിയോ മറ്റെന്തെങ്കിലും അജണ്ട ഉണ്ടായിട്ടോ ആകണം എന്നില്ല. പിന്നെയോ യേശുവിനോടൊപ്പം നടന്നു കിട്ടിയ ഒരു സൗഖ്യമുണ്ട്. ആ സൗഖ്യമാണ് അവരെ കൂടെ നടക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നതിൻ്റെ സൂചന ഈ വേദഭാഗത്തിൽ തന്നെ ഉണ്ട്. അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. വാക്യം 1. ദൈവരാജ്യമാണ് വിഷയം. വിഷയം മാറിപ്പോകാൻ ഇടയാകരുത് എന്ന് സാരം. സുവിശേഷത്തിൻ്റെ സവിശേഷത ദൈവരാജ്യത്തിൻ്റെതാണ്. ദൈവരാജ്യ വിഭവങ്ങൾക്ക് പകരം അവരവർ പാകം ചെയ്യുന്ന വിഭവങ്ങളെ വിളമ്പുന്ന വിരുന്നുമേശകളായി സുവിശേഷ വേലയെ കാണാൻ ഇടയാകരുത് എന്നുള്ളതാണ്. മഗ്ദലക്കാരത്തി മറിയ കല്ലറയുടെ മുമ്പിൽ നിന്ന് വിതുമ്പിക്കൊണ്ട് പറഞ്ഞ ആ വാചകത്തിന് ഇന്നും സാങ്കത്യമുണ്ട്. കാരണം എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി, അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് വിശ്വാസികളിൽ ഒരാൾ ഇന്ന് സങ്കടത്തോടെ പറഞ്ഞാൽ, ഇല്ല, കർത്താവിനെ ആരും മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടില്ല എന്ന കൃത്യമായ ഉത്തരം കൊടുക്കാൻ കഴിയുന്നതാവണം സുവിശേഷ വേല. അങ്ങനെ സുവിശേഷ വേലയുടെ വിഷയത്തെ തിട്ടമായിട്ടറിയാൻ യേശുവും പന്തിരുവരും ശേഷം ചില സ്ത്രീകളും കൂടെ ചേർന്ന് നടത്തിയ ഈ ശുശ്രൂഷ നമുക്ക് മാതൃകയായി തീരട്ടെ. ഇക്കാലത്ത് വിഷയങ്ങൾ ഒരുപാടാണ്. രീതികൾക്കും ശൈലികൾക്കുമൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. കാലചക്രമോ നെയ്ത്തോടത്തേക്കാൾ വേഗത്തിലാണ് പായുന്നത്. വിഷയങ്ങളുടെ അതിപ്രസരങ്ങളോ കാലത്തിൻ്റെ മാറ്റമോ കാലചക്രത്തിൻ്റെ വേഗതയോ ഒന്നും തന്നെ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് നമ്മെ അകറ്റാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവനോടുകൂടെ പന്തിരുവരും അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകളും 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരത്തി മറിയയും ഹേരോദാവിൻ്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നയും ശൂശന്നെയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു. വാക്യം 2-3. അനുഭവമുള്ളവരുടെ സംഘം ചേരലാണ് ഈ വാക്യങ്ങളുടെ ഭംഗി. അവരിൽ ദുരാത്മാവ് മാറിയവരും വ്യാധികൾ മാറിയവരും ഭൂതങ്ങൾ വിട്ടുപോയവരും ഒക്കെയുള്ള അനുഭവങ്ങളുടെ കൂട്ടക്കാരാണിത്. അതുകൊണ്ട് തന്നെ ഇനി അവരുടെ ജീവിതത്തെ ആർക്കും സ്വാധീനിക്കാൻ കഴിയാത്ത വിധം യേശു അവരെ സ്വാധീനിച്ചു കഴിഞ്ഞു. ഇനി അവർക്ക് യേശുവിനെ കൂടാതെയുള്ള ജീവിതം സാധ്യമല്ല. എന്നു മാത്രമല്ല, മറ്റൊന്നിനും അവരെ സ്വാധീനിക്കാനോ ഭയപ്പെടുത്തുവാനോ പിന്തിരിപ്പിക്കാനോ കഴിയുകയില്ല. ആ സ്ത്രീകൾ തങ്ങൾക്ക് ലഭ്യമായ ദൈവബോധ്യത്തിനനുസരിച്ച് ജീവിതത്തെ സമർപ്പിച്ച് സൗഖ്യത്തിൻ്റെ ഓർമ്മകളുമായി യേശുവിനോടൊപ്പം എപ്പോഴും കാണുക തന്നെ ചെയ്യും എന്നതാണ് ഈ സ്ത്രീകളുടെ പ്രത്യേകത. അങ്ങനെ അനുഭവങ്ങളുടെ ഓർമ്മകളിൽ ജീവിത വിഭവങ്ങളെ വേവിക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിന് ഭയങ്കര രുചിയായിരിക്കും, ഉറപ്പ്. വേവിക്കുന്നതിനും വിളമ്പുന്നതിനും നല്ല രുചി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്തവർ ഇല്ലല്ലോ. എങ്കിൽ പൂട്ടി ഇട്ടിരിക്കുന്ന ദൈവ നടത്തിപ്പുകളുടെ ഓർമ്മ കലവറ തുറന്ന് ദൈവാനുഭവങ്ങളുടെ അകമ്പടിയിൽ നടന്നു തുടങ്ങിയാൽ സുവിശേഷത്തിൻ്റെ പങ്കാളികളാകാൻ നമുക്കും കഴിയും. തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റ് പല സ്ത്രീകളും ഉണ്ടായിരുന്നു. വാക്യം 3. ശുശ്രൂഷ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റ് പല സ്ത്രീകളും ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ പേര് വിവര പട്ടിക അവസാനിപ്പിക്കാൻ ഒക്കുന്നില്ല എന്നർത്ഥം. അനേകം സ്ത്രീകൾ പല പല പദ്ധതികളിൽ പങ്കാളികളായി തീർന്നതിൻ്റെ വൃത്താന്തം വേദപുസ്തകത്തിൽ ആകമാനം ഉണ്ട്.
അതിനാൽ സ്ത്രീകളെ പറ്റിയുള്ള കഥകളും സാധ്യതകളും ഇനിയും അവസാനിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ തങ്ങളുടെ വസ്തുവക കൊണ്ടും സാധ്യതകൾ കൊണ്ടും ശുശ്രൂഷ ചെയ്തു പോരുന്ന എത്രയോ പേർ നമ്മുടെ തലമുറയിലും അറിയപ്പെടുന്നവരായി അറിയപ്പെടാത്തവരുമായി ഉണ്ട് എന്നത് പ്രതീക്ഷയ്ക്ക് വക തരുന്നുണ്ട്. പിന്നെ ദൈവിക ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ ഹൃദയത്തിൽ വാള് കയറി ഇറങ്ങുന്നതിൻ്റെ മുറിവുകൾ ഏറ്റെടുക്കുവാൻ ഇഷ്ടപ്പെടുന്ന അമ്മ മറിയയും, വീട്ടിൽ മുഴുവൻ സുഗന്ധം പരത്തിയ ആ മറിയയും, നല്ല അംശം തിരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞ ബഥാനിയയിലെ മറിയയും, അവനോടൊപ്പം കാൽവറിയിലും കല്ലറയിലും എല്ലാം നിന്ന മഗ്ദലക്കാരത്തി മറിയയും ഒന്നും ഒരിക്കലും അവസാനിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.